ചോദിക്കുന്നത് ക്രിസ്മസിൻ്റെ കേക്കും വീഞ്ഞുമല്ല, കർഷകൻ്റെ അവകാശമാണെന്ന് തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് പാംബ്ലാനി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റബ്ബർ ഉത്പാദക സംഘങ്ങളുടെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കേരളത്തിലെ റബ്ബർ കർഷകരെ വാഗ്ദാനം നൽകി വഞ്ചിക്കുകയാണെന്ന് മാർ പാംബ്ലാനി പറഞ്ഞു. റബ്ബർ കർഷകർക്ക് 250 രൂപ തരാമെന്നാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചത്. അത് വിശ്വസിച്ചാണ് കേരളത്തിലെ കർഷകർ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തത്. എന്നാൽ അധികാരത്തെത്തിയ സർക്കാർ കർഷകരോട് ഈ ചതി ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. ജപ്തിയുടെ പേരിൽ കേരള ബാങ്ക് കർഷകരെ പീഡിപ്പിക്കുകയാണെന്നും മാർ പാംബ്ലാനി പറഞ്ഞു. കർഷകരുടെ ആവശ്യങ്ങൾ സർക്കാർ നിറവേറ്റി തരുന്നില്ലെങ്കിൽ നിലവിലെ ഭരണകൂടത്തെ അടുത്ത തെരഞ്ഞെടുപ്പിൽ താഴെ ഇറക്കാനും റബ്ബർ കർഷകർ മുന്നിലുണ്ടാകുമെന്നും മാർ പാംബ്ലാനി വ്യക്തമാക്കി. റബ്ബറിൻ്റെ ഇറക്കുമതി ചുങ്കം 25%. ഇതിൽ കൂടുതൽ വർദ്ധിപ്പിക്കാൻ സാധിക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. എന്നാൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന 85% റബ്ബറും ആസിയൻ രാജ്യങ്ങളിൽ നിന്നാണ്. ഇവർക്ക് ഈ നികുതി വർധന ബാധകമല്ല. ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് കർഷകരെ കബളിപ്പിക്കുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾ നിരത്തുന്നതെന്ന് മാർ പാംബ്ലാനി ചോദിച്ചു. 30 രൂപ അല്ലെങ്കിൽ 25% ടാക്സ്, ഇതിൽ ഏതാണോ കുറവ് അത് ഈടാക്കാനാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ പറഞ്ഞത്. എന്നാൽ ബജറ്റിന് ശേഷം 1 രൂപ പോലും റബ്ബറിന് വർദ്ധിച്ചില്ലെന്നും മാർ പാംബ്ലാനി പറഞ്ഞു.